നമസ്തേ. മഹാമയൂരി ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ വാവശാന്തി. ഞാനിവിടെ പറയാൻ പോകുന്ന നക്ഷത്രഫലത്തെക്കുറിച്ച്. കാർത്തിക നക്ഷത്രത്തിൻ്റെ ഈ വർഷം ഉണ്ടാവാൻ സാധ്യതയുള്ള 1201 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ കർക്കിടകം 31 വരെയുള്ള ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കാൻ പോകുന്നത്. കാർത്തിക നക്ഷത്രം അഗ്നിദേവതയും അസുരഗണവുമാണ്. കാർത്തിക നക്ഷത്രം പൊതുവെ ഉത്സാഹശീലരും കർമ്മകുശലതയും ആരോഗ്യവും ഉള്ളവരും സ്വയപ്രയത്നം കൊണ്ട് ഐശ്വര്യവും അഭിവൃദ്ധിയും കീർത്തിയും പ്രാപ്തമാക്കുകയും ചെയ്യുന്ന നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രം 2 രാശികളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. കാർത്തികയുടെ ആദ്യത്തെ 15 നാഴിക മേടം രാശിയിലും അവസാനത്തെ 45 നാഴിക ഇടവം രാശിയിലുമായാണ് സ്ഥിതി ചെയ്യുന്നത്. കാർത്തിക നക്ഷത്രത്തിന് ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഭാഗ്യ ദിവസവും 1 എന്ന സംഖ്യ ഭാഗ്യസംഖ്യയുമാകുന്നു. ഈ ഭാഗ്യ ദിവസവും ഭാഗ്യസംഖ്യയും വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളും ശുഭകർമ്മങ്ങളും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമായിട്ട് വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതായത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ചോറ് കൊടുക്കുന്നത്, വിദ്യാരംഭം, പിന്നെ പുതിയ വാഹനങ്ങളിൽ പ്രവേശിക്കുന്നതും മേടിക്കുന്നതും, പുതിയ ഗ്രഹനിർമ്മാണം ആരംഭിക്കുന്നത്, ഗ്രഹപ്രവേശനം, വിവാഹം, പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഈ ദിവസങ്ങളിൽ ചെയ്യുവാനായി സാധിച്ചാൽ വളരെ ഉത്തമമായിരിക്കും. കൂടാതെ രാശ്യാധിപൻ ശുക്രനും ആദ്യത്തെ ദശാകാലത്ത് ജനനവുമായതിനാൽ 3 മാസക്കാലം ബാലാരിഷ്ടത ഉള്ള നക്ഷത്രം കൂടിയാണ് കാർത്തിക നക്ഷത്രം. രോഗങ്ങളോ കാര്യങ്ങളോ വളരെ കൂടുതലായി ഉണ്ടാവാനുള്ള സാധ്യതയും വിരളമല്ല. പിന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ വർഷം വളരെ ശ്രേഷ്ഠമായ ഒരു കാലഘട്ടമായിട്ടാണ് വരാൻ പോകുന്ന ഈ സമയം പറയേണ്ടത്. പരീക്ഷകളിലൊക്കെ ഉന്നതമായിട്ടുള്ള വിജയവും ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളൊരു സമയമാണ്. കൂടാതെ കലാകായിക പരമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്ക് ഒരുപാട് ഉയർച്ചയും ഉന്നതിയും കീർത്തിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണപ്പെടുന്നു. വിദ്യാഭ്യാസ കാലഘട്ടം ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം, തടസ്സങ്ങളോ കാര്യങ്ങളോ എല്ലാം നീങ്ങി നല്ല വിദ്യാഭ്യാസവും ഉപരിപഠനവും ഒക്കെ ഭംഗിയായിട്ട് വരാനുള്ള സാധ്യതയും ഈ ഒരു വർഷക്കാലം കാണിക്കുന്നുണ്ട്. വിദേശത്തേക്ക് ജോലിക്കും വിദ്യാഭ്യാസത്തിനും പോകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആ തടസ്സങ്ങളെല്ലാം നീങ്ങി ഈ വർഷം പകുതിക്ക് മുമ്പായിട്ട് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുകയും, വിവാഹം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഈ വർഷം പകുതിയോടുകൂടി ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിവാഹങ്ങളൊക്കെ വരികയും ആ വിവാഹ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ വരാൻ പോകുന്നത്. പുതിയ ജോലി പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് തടസ്സങ്ങളെല്ലാം മാറി നല്ല ജോലി കിട്ടാനായിട്ടും അതിൽ കൂടി സന്തോഷവും ശാന്തിയും ഒക്കെ ഉണ്ടാവുന്നൊരു അന്തരീക്ഷത്തോടു കൂടി നമുക്കത് കൊണ്ടുപോകാനായിട്ടും ഒക്കെ സാധിക്കുന്നതാണ്. പൂർവിക സ്വത്ത് അനുഭവമാവുകയും കേസ് മുതലായവ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധിയൊക്കെ ഉണ്ടാവുകയും ശാന്തമായൊരു അന്തരീക്ഷം കുടുംബത്തിലും പുറത്തും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്. ഗുണദോഷ സമ്മിശ്രമായതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി ആലോചിച്ച് മനസ്സിലാക്കി അഭിപ്രായം പറയുകയും തീരുമാനമെടുക്കുകയും ചെയ്യാതെ വന്നാൽ ധനനഷ്ടവും മാനഹാനിയും ഉണ്ടാവാനുള്ള സാധ്യതയും വിരളമല്ല. പിന്നെ ഈ വർഷം അവസാനത്തോടുകൂടി രോഗാദി ദുരിതങ്ങൾ അലട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണിക്കുന്ന ഒരു സമയം കൂടിയാണ്. കൃത്യസമയത്ത് ഔഷധ സേവകൾ കൊണ്ട് ആരോഗ്യത്തെ നിലനിർത്താൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നിരുന്നാൽ പോലും എല്ലാവിധ കീർത്തിയും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇനി വരാൻ പോകുന്നത്.
ജീവിതത്തിൽ എല്ലാവിധ നന്മകളും എല്ലാവിധ ശ്രേയസ്സും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.